ഇത് കടലക്കറിയാണോ അതോ കടലാക്രമണമാണോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഇനി ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കിയേ. സത്യം പറയും, ഇത് ബീഫ് കറി അല്ലേ എന്ന് അവർ ചോദിക്കും. ബീഫ് കറിയുടെ അതേ രുചിയിലൊരു കടലക്കറി. അതിനായി കുക്കറിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഈ എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ പെരിഞ്ചീരകം. ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നൈസായിട്ട് സ്ലൈസ് ചെയ്തെടുത്ത 2 മീഡിയം വലിപ്പത്തിലുള്ള സവോളയും ഇട്ട് കൊടുത്ത് ചെറിയൊരു തക്കാളി ചെറുതായി എരിഞ്ഞത്, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റി മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഇങ്ങനെ ചെയ്താൽ സവോള പെട്ടെന്ന് വഴണ്ടി കിട്ടും കേട്ടോ. ശേഷം മൂടി തുറന്ന് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല. ഇനി ഇതെല്ലാം ചേർത്ത് മസാലയുടെ പച്ചമണം പോകുന്നത് വരെ നന്നായി വഴറ്റി കളറൊക്കെ മാറി മസാല ഈ ഒരു പരുവത്തിലാകുമ്പോൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച 1 ഗ്ലാസ് കടലയും ചേർത്ത് നന്നായി ഇളക്കി വഴറ്റി കടല മുങ്ങിക്കിടക്കാൻ അളവിൽ വെള്ളവും ഒഴിച്ച് ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചൊരു 4 വിസിൽ അടുപ്പിച്ച് തീ ഓഫ് ചെയ്യാം. എയർ മുഴുവനായും പോയതിനു ശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ കടലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ച ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നല്ല കൊഴുകഴാന്നിരിക്കുന്ന ബീഫ് കറിയുടെ അതേ രുചിയിലുള്ള കടലക്കറി റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.